ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നലത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. രാവിലെ പതിവുമ്പടി എല്ലാവരും എന്താ പറയുക, ക്ഷീണമൊക്കെ മാറി എണീറ്റു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ട. ഇവന് വല്ല ചിന്തയുണ്ടാ? അവനിങ്ങനെ ചിരിച്ചാൽ മതി കിടന്നിട്ട്. തലേ ദിവസം നടന്ന ബഹളമോ കാര്യങ്ങളോ ഒന്നും അവനറിയില്ല. എപ്പോഴും കുഞ്ഞു കുട്ടികളായിരിക്കുക ഏറ്റവും നല്ലതെന്ന് തോന്നും ചില സമയത്ത് കേട്ടോ. അങ്ങനെ ദേ മുറ്റത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അപ്പാപ്പനും മോനും എണീറ്റുണ്ട്. തോമുത് അപ്പാപ്പൻ്റെ പിന്നാലെ വെള്ളത്തിൽ. അവന് വെള്ളം കളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പാപ്പൻ ചവിട്ടിയിലൊക്കെ വെള്ളമൊഴിച്ച് നിലത്തെ അപ്പടി പൊടിയായിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ വെള്ളമൊഴിച്ചപ്പോൾ അവൻ ആ വെള്ളത്തിൽ കൂടെ ജീപ്പ് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അവനതൊരു രസം. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് മാത്രം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് ഡാഡി വെടുപ്പാക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ ദേ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ദേ ഒന്നൊന്നായിട്ടപ്പോൾ ഒരുവിധം കിട്ടിയ സാധനങ്ങളൊക്കെ ബാക്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കുക. ബാത്റൂം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല, അതിൻ്റെ മുകളിൽ പലകിയിട്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ. ഒന്ന് രണ്ട് പേര് ചോദിച്ചു നിങ്ങൾ ബാത്റൂമിലാണോ അത് ഇടണേന്ന്. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അതൊരു സ്റ്റോർ റൂമാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ അവർ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടാണ് മറ്റേ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് മറ്റേ ആ കെമിക്കൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി തിരിച്ച് നമ്മൾ അതാത് സ്ഥാനങ്ങളിലേക്ക് നീക്കണം. അപ്പോൾ അതൊക്കെ ഇന്ന് വലിയൊരു പണിയായിരുന്നു കേട്ടോ. ഡാഡിയാണ് അതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ വെയിലുദിക്കുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇതേ ഫുൾ നനച്ചു. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അതായിരുന്നു ഡാഡിയുടെ മെയിൻ പണി കേട്ടോ. കാരണം കുട്ടികളെ എണീറ്റ് വരുമ്പോഴേക്കും പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണമുണ്ടോ, എങ്ങനെയാണ് ശ്വസിക്കുമ്പോൾ എന്നൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനൊരു നടന്ന സംഭവമേ ആയിട്ട് തോന്നിയില്ല. അവർ തന്നെ ക്ലീൻ ചെയ്ത് പോയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയില്ല. അങ്ങനെ ഇതേ നമ്മുടെ പാച്ചൂട്ട ഇപ്പോൾ ഇന്ന് നൂഡിൽസാണ് കേട്ടോ നമ്മളുണ്ടാക്കിയത്. കാരണം ഇന്നിപ്പോൾ ഫാസ്റ്റ് ഫുഡ് പോലെ അത് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. കാരണം ഇന്നലെ ഒന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പടി പൊടിയല്ലായിരുന്നു. ഇപ്പോൾ ഒന്നേന്ന് തൊട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഇറങ്ങുമ്പോൾ നോക്കിയപ്പോൾ കാറ് വല്ലാണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഡോണിന് പോകാനായിട്ട് പറ്റണില്ല. അപ്പോൾ അവൻ എന്ത് കാണിച്ചു, പുറത്ത് കാറ് ഇട്ടതിന് ശേഷം തോമോനിയും കൊണ്ട് ടൂ വീലറിന്മേ ആദ്യം അവരാണ് ഇന്ന് പോയത് കേട്ടോ. അങ്ങനെ അവരിതേ പോയതിന് ശേഷം നമ്മളുടെ പാച്ചു റെഡിയാവാണ്. അപ്പം പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പ്ലേ സ്കൂളിൽ മറ്റേ ഇതാണ് വിഷു ആഘോഷമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സാണ് പാച്ചു ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അങ്കാണ് ഈ കാണുന്നത്. അങ്ങനെ പാച്ചുവിൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ പനക്കലിൽ മറ്റേ കല്യാണത്തിന്, അമലിൻ്റെ കല്യാണത്തിൻ്റെ എന്തോ ഒരു ഫങ്ഷനിൽ ഒരു ഡ്രസ്സാണിത് കേട്ടോ. എനിക്ക് ഏതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. അതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവന് പൊക്കം വെച്ചു എന്നുള്ളത് മനസ്സിലായി. കാരണം അവൻ്റെ ഡ്രസ്സ് ആ ധോത്തിയൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ട്. അതുപോലെ ഇന്ന് വൈകിട്ടും അതെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോണത് ഞാൻ പറയും. അപ്പോൾ അതിൽ ഉള്ള ട്രൗസറും അതെ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ചെറുതായി. അന്ന് നല്ല വലിപ്പത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവൻ വലുതായിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണുന്ന കാരണം നമുക്കത് മനസ്സിലാവണില്ല എന്നുള്ളൂ. അങ്ങനെ ദേ അപ്പാപ്പൻ്റെയും അമ്മയുടെയും കൂടി അവൻ പോവുകയാണ് വിഷു ആഘോഷത്തിന് കേട്ടോ. അങ്ങനെ അപ്പോൾ കാറ് പുറത്തിട്ട കാരണം അവർക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കയറി പോയാൽ മതിയല്ലോ. അങ്ങനെ ദേ പോവാണ്. അപ്പോൾ അവന് എന്താ പറയുക, അവനെ എന്ത് ചെയ്തിട്ടും മതിയാവണില്ല. ഇനിയിപ്പോൾ അവിടെ ഊരി പോവുമോ, അത് ചെയ്യുമോ, ഇത് ചെയ്യുമോ, ആകെ സംശയങ്ങളായിരുന്നു. അപ്പോൾ അവൻ ആദ്യമായിട്ട് അവനങ്ങനെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്നത്. കാരണം ഫങ്ഷൻസിനൊക്കെ പനക്കലല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമ്മൾ കാണില്ല, ഫോട്ടോസല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അവനും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഓച്ചു എന്ത് കാണിച്ചു, ഈ ഡ്രസ്സിന് ചേർന്നിട്ട് ഒരു കുറിയും കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദു സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാപ്പനും ഓച്ചും മോനും കൂടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും അവർ പറഞ്ഞു ഇത്രേ ഓച്ചുവിനോട് പൊക്കോ, അവനവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ നോക്കിയപ്പോൾ ഇന്ന് അവിടെ എന്തായാലും ഒരു വരവും പോക്കും വേണം. എന്നാൽ പിന്നെ അത് പിന്നെ കഴിഞ്ഞിട്ടാവാലോ എന്ന് ചോദിച്ചിട്ട് കുട്ടി അവിടെ തന്നെ ഇരുന്നു. ഡാഡിയോട് 1 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി തിങ്കളാഴ്ച തൊട്ട് മിക്കവാറും അവരുടെ വണ്ടിയിൽ അവർക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യുക കേട്ടോ. അങ്ങനെ അവർ പതുക്കെ പോയതിന് ശേഷമാണ്, നിങ്ങൾക്കറിയാലോ, ഞാൻ നടയിലത്തെ ലൈറ്റ് ഇവരൊക്കെ പോയി കഴിയുമ്പോഴാണ് ഞാൻ ഓഫ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമ്മളുടെ പണികളിലേക്ക് ഏർപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറ്റത്ത് പോയി ചവിട്ടികളൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചിട്ടു. കാരണം ആദ്യത്തെ ആ ഒരു വെയിലിൽ താഴത്തേക്ക് വെള്ളം ഇറങ്ങുമല്ലോ. പിന്നെ അത് നമ്മൾ മറിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളം തിരിച്ച് ഇതുമേലേക്ക് കയറണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ആദ്യം അതും അങ്ങോട്ടും കൂടെ തിരിച്ചിട്ടു. അപ്പോഴാണ് ഇവരുടെ വണ്ടികളൊക്കെ അവിടെ ഇവിടെയും കിടക്കണം കണ്ടത്. അപ്പോൾ ഞാനും അതൊക്കെ ശരിക്കും ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇടയിൽ കയറി വന്നതാണ്. ഓച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പ്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ അവിടെ മിസ്സുമാരും ഇടയ്ക്കിടുമെന്ന് പറഞ്ഞു.
അപ്പോൾ അത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പക്ഷേ ഞാൻ അത് അറിയാണ്ട് ഇതിൽ വന്നു പോയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ റെഡി ആയിട്ടിരിക്കണു. അവന് എപ്പോഴും എൻ്റെ ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടാവും, മറ്റേ ഇതില്ലേ കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോണതിൻ്റെ മുമ്പാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് പതുക്കെ മുകളിലേക്ക് കയറുക. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അത് വേറെ ഒന്നുമല്ല, ഒരു പഴം ബാക്കിയിരിക്കണ കണ്ടു ഞാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പഴം കുട്ടികൾക്ക് വേണ്ടി തൊലി പൊളിച്ചിട്ട് അവിടെ തിരിച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ. ഇനി ആരും അത് തിന്നില്ല, ഇട്ട് കളയുകയും വേണം അല്ലെങ്കിൽ. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, ഞാനതെടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി. വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു 15 എണ്ണ ഉണ്ടായുള്ളൂ. അത് മതി, കുട്ടികൾക്ക് അത് മതി, കൂടുതലായി കഴിഞ്ഞാൽ വേസ്റ്റാവും. അപ്പോൾ അത് ഉണ്ണിയപ്പം പഴവും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും ഒരു തുണ്ട് റവയും കൂടി ഇട്ടിട്ട് ശർക്കര പാനിയിൽ അടിച്ച് ഒരു ഏലക്കാപ്പൊടിയും കുറച്ച് എള്ളും കൂടിയിട്ട് നാളികേരം വറുത്ത് ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് കേട്ടോ. ഈസി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് ഉപ്പും ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്, വേറെ കൂടുതലൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുട്ടികൾ കേട്ടോ. അപ്പോൾ ഡിമ്പിൾ സാധാരണ പഴം തിന്നാറില്ല. പക്ഷേ ഇത് മണത്ത് നോക്കിയിട്ട് അവൾ എന്നോട് ചോദിച്ചു, ഇതിൽ പഴം ഉണ്ടോ? ഞാൻ പഴമൊന്നുമില്ല എന്ന് പറഞ്ഞു. മൂപ്പര് തിന്നു. അപ്പോൾ പറഞ്ഞു സാധാരണ ഇതും രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഡിവൈനും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഉണ്ണിയപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ 15 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു, 2 തട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറവ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡൗണിനുള്ളത് 4 എണ്ണം എടുത്ത് വെച്ച് എല്ലാവരും അപ്പം തന്നെ എടുത്ത് ചൂട്ടോടെ തിന്ന് കഴിഞ്ഞപ്പോൾ ആ സംഭവം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒരു സുഖമല്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ് വെച്ചു, പിന്നെ അയില വറുത്തു, പിന്നെ കറികളൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ചോറ് വയ്ക്കാനും കറികൾ വേറെ ഒന്നും വെക്കാൻ നിന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ, അല്ലെങ്കിൽ ആ പഴം വെറുതെ വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയിലത്തെ പണികൾ ചെയ്യാനായിട്ട് അപ്പോൾ ഡിവൈനും ഡോണും മോനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തോമു പിന്നെ പ്ലേ സ്കൂളിലാണല്ലോ, അവരൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്ത് പോയി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. അപ്പോൾ അതേ ചാക്കോച്ചൻ എൻ്റെ അടുത്തായി. അപ്പം ഞാൻ ഓച്ചൂൻ്റെ അടുത്താക്കിയിട്ട് ഓച്ചൂനെയും പാച്ചൂനെയും ചാക്കോച്ചനെയും കൂടി റൂമിലിട്ടിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് വീണ്ടും നിന്നുട്ടാ. ചവിട്ടികളൊന്ന് തിരിച്ചും മറിച്ചും, കാരണം ഇത് കയ്യോടെ ഉണങ്ങിയില്ലെങ്കിൽ നാളെ തൊട്ട് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. പിന്നെ പുതിയ ചവിട്ടികൾ മൊത്തം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ മൊത്തം പുതിയ ചവിട്ടി ഇടാനായിട്ട്. പക്ഷേ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറ്റുള്ളൂ. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഈ ചളിയൊക്കെ വീണ്ടും ചവിട്ടി കയറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയട്ടെ, ഇത്തിരി സമാധാനത്തിലായാലും വൃത്തിയിലിടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടു എല്ലാതും സ്ഥാനം തെറ്റിയിട്ടായിരിക്കണം, എല്ലാതും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം. ഇനി അതൊക്കെ ഒന്നേന്ന് ആയം പോലെ ചെയ്യണം. സമയമുണ്ടല്ലോ നമുക്കിപ്പോൾ വേറെ ഒരാൾ വരുന്നതിന് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഇഷ്ടമാവുമ്പോൾ നമ്മൾ ചെയ്യണോ. എങ്ങനെ വന്നാലും ഒരു പരിധിക്ക് ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി നോക്കാറുണ്ട്, നിങ്ങൾ കാണുന്നതല്ലേ. എന്നാലും എന്താ പറയുക, എൻ്റെ തൃപ്തിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്നെ കളിയാക്കും ഇവർ, മമ്മിക്ക് എന്തോരം ചെയ്താലും മതിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഓരോരുത്തരുടെയും രീതിയാണ്. എനിക്ക് എന്തോരം സംഭവങ്ങളുണ്ടായാലും എനിക്ക് വീടൊന്നും ഒതുക്കിയില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കുറവാണ്. അങ്ങനെ ഞാൻ 3:30 ആയപ്പോൾ ഞാനിങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു. ചൂടുകൊണ്ട് ഒന്നും പറ്റണമില്ല. അപ്പം ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പായസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ എന്താ പറയുക റെഡി ടു കുക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, പാല് തിളപ്പിക്കുക, അതിൽ ഇതിൻ്റെ മിക്സർ ഇടുക, മൂടി വയ്ക്കുക, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. പക്ഷേ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇത് വെർമിസെല്ലിയാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 പാക്കറ്റ് പാലെടുത്തു, 1/2 ലിറ്റർ പാലെടുത്തു. ആദ്യം ചെയ്തത് കുറച്ച് വെള്ളത്തിൽ ഈ മിക്സ് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചു, കുക്കറിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്കർ തുറന്നിട്ട് പാലൊഴിച്ചിട്ട് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഒരു സാധനവും ചേർക്കണ്ട, എല്ലാം അതിനകത്തുണ്ട്. പാലൊഴിച്ചിട്ട് നല്ലോണം ഇളക്കി. അപ്പോൾ ഞാൻ ഒന്ന് കുറുതായിക്കോട്ടെ. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലിലാണ് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. പക്ഷേ ഭയങ്കര മധുര എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുര. അപ്പോൾ ഞാൻ ചെയ്തത് ഒരു 1/2 പാക്കറ്റ് പാലും കൂടി എടുത്തിട്ട് അതിലൊരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി, അത് കലക്കി അതിലൊഴിച്ചിട്ടാണ് ഞാൻ കുറുതാക്കി എടുത്തത്. കുറുതാക്കല്ല, തനി പച്ചവെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പരുവത്തിനെടുത്തത്. കുറച്ച് നെയ്യ് ഒഴിച്ചു, ബട്ടറോ നെയ്യോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഡിവൈൻ പറയണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ പരിപ്പ് പായസം മിനിയാന്നത്തെ. അത് കഴിഞ്ഞിട്ട്
സേമിയ പായസത്തിന്. പിന്നെ ഉണ്ണിയപ്പം എല്ലാതും ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളുകളായി. ശരിക്ക് ഡോണിൻ്റെ ഡിവൈൻ്റെയും കല്യാണത്തിന് ശേഷം ഞാൻ ശരിക്കും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അധിക ഭാഗം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം വേണ്ടേ, കുട്ടികളും ഒക്കെ ആകുമ്പോൾ അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് എനിക്ക് വെച്ചാൽ പാചകം വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഹോബി കേട്ടോ. അങ്ങനെ സമയം എത്രയായി, 4:30ആയി. അപ്പോൾ നമ്മുടെ തോമോനെയും കൊണ്ടാണ് അവർ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ, ബിസ്ക്കറ്റുകളായിട്ടും മറ്റേ നൂഡിൽസായിട്ടും കുറേ സാധനങ്ങൾ റിലയൻസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമു വന്ന വഴിക്ക് കാറുകൊണ്ട് കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് കേട്ടോ. ഇതാണ് അവൻ്റെ മെയിൻ ഹോബി. മുറ്റത്തായാലും അകത്തായാലും കാറിങ്ങനെ ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് അവിടെ ഇവിടെയും കൊട്ടിടിക്കുക. ചില സമയത്ത് തമാശയ്ക്ക് നമ്മളിട്ട് ഓടിച്ചിട്ട് ഇടിക്കും. അങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പം ഞാൻ പറയും, അപ്പാപ്പൻ്റെ അതേ ഡ്രൈവിങ് മോന് കിട്ടി, മോൻ്റെ അതേ ഡ്രൈവിങ് തോമൂനും കിട്ടിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പാപ്പൻ വന്നപ്പോൾ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മുട്ടയൊക്കെ പൊട്ടിച്ച് അതായത് എന്താ പറയുക, കുറച്ച് ട്രേയിലും വെച്ചു, ബാക്കി ഫ്രിഡ്ജിലും വെച്ചു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ തോമുൻ്റെ ഫേവറേറ്റ് കേട്ടോ, മാൽക്കിസ്റ്റ്. ഇത് നമ്മളുടെ ഇവർ തെറ്റി കൊണ്ടുവന്നതാണ്. മറ്റേ ജാഗറി പൗഡർ ശർക്കരപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ കൊണ്ടുവന്നത് മറ്റ് ബ്രൗൺ ഷുഗറായി. അപ്പം നല്ലതാണെന്ന് പറഞ്ഞു. അവിടെ ആൻസൺ സ്ഥിരം അതത്ര ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ ഇനിയൊന്നും മടക്കാനും എടുക്കാനും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതുതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മറ്റേ ടോപ്പ് രമൻ്റെ നൂഡിൽസുകളാണ് കേട്ടോ. അപ്പോൾ ഡോണിന് പല ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കുറേ നൂഡിൽസ് കാണുമ്പോൾ വിചാരിക്കും എന്നും നൂഡിൽസാണ്. അങ്ങനെയല്ല, ഓഫർ കാണുമ്പോൾ വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്യണതാട്ടോ. ഈ കേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാച്ചുവിൻ്റെ ഫേവറേറ്റാണ്. ഇതാണ് ഡിവൈൻ കഴിക്കുന്ന നൂഡിൽസ്. ഡിവൈൻ ആയാലും തോമു ആയാലും ഈ നൂഡിൽസിനോടാണ് കൂടുതൽ ഇഷ്ടം. മറ്റേതൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുപോലെ ഇത് കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ്, അങ്ങനെ പറയുക. കുഞ്ഞിലേ തൊട്ട് ഡോണും ഡിംപിളും കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പിന്നെ റസ്ക് ബൈ 1 get 1 ഫ്രീയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റുകൾ, അങ്ങനെ എല്ലാതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ എൻ്റെ പണി ഇത് മുഴുവൻ പൊട്ടിച്ച് അതാത് സ്റ്റെപ്പുകളിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം സാധനം കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അത് പൊട്ടിച്ച് ഒതുക്കി വെക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് പണി കിട്ടുക. പിന്നെ വേഫർ, അപ്പോൾ ഞാൻ അതിനാണ് ഒഴിവ് കിട്ടുമ്പോൾ കുപ്പികളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നേരെ അതിലിറക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. കാരണം ഇതൊക്കെ എവിടെ വെക്കും എന്നുള്ളൊരു ചിന്തയും. അതല്ല, എല്ലാതും ഉണക്കി കുപ്പികളൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഞാൻ സാരികളുടെ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒന്ന് ഡിവൈനെ കൊണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തു, ഡിവൈനെ കൊണ്ട് എടുപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പോൾ ഇവരൊക്കെ ഡോണും ഡിവൈനും വന്നപ്പോൾ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത് കഴിച്ചു. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ചെയ്യണതാണല്ലോ ഈ പൊട്ടിയതും എന്താ പറയുക മൂടും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളാണ് തിന്നുക ഓൾറെഡി. അപ്പം ഞാൻ 2 മുട്ട ഉണ്ടാക്കി, ഞാൻ അതും കഴിച്ചു. അപ്പോൾ ഡാഡിക്ക് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എന്നാൽ ഇന്നിപ്പോൾ ഞാനത് കൂട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോണ വഴിക്ക് നെസ്റ്റോയിലേക്ക് പോയായിരുന്നു. പോണ വഴിക്ക് നമ്മുടെ വാസന്തിനെ കണ്ടു. അങ്ങനെ വാസന്തിയോട് കുറച്ച് നേരം സംസാരിച്ച്, വാസന്തിയുടെ ഹസ്ബൻഡ് വയ്യാണ്ടിരിക്കുക. അപ്പോൾ ആ വിശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി VKRൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് കേട്ടോ വാസന്തിനെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. നെസ്റ്റോയിൽ വെച്ച് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പിള്ളേർസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മക്കളായി അമ്മാമ്മയുടെ വക ഗിഫ്റ്റ് ഉണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു കയറുമ്പോൾ തൊട്ട് ഓരോന്ന് വാങ്ങി തുടങ്ങും. അങ്ങനെയാണ് അവൻ്റെ പ്രായം അതാണല്ലോ. നമ്മുടെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്യണോ അത് ഇവനും വേണമെന്നാ. ഇവന് ആവശ്യം ഉണ്ടായിട്ടല്ല, ഇല്ലെങ്കിൽ തോമു തിന്നും, ഇവൻ തിന്നൂല്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ പറഞ്ഞു 2 പേർക്കും നല്ല അടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് 2 ഞാൻ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊരു നല്ല മക്കളായിരുന്നു എന്ന് പറയും. 2 ഒരു സംഭവം ചോദിച്ചില്ല. അവരൊന്നും ചോദിക്കാണ്ടായിപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ 2 പേർക്കും ഒരേ കോർണറ്റോ വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ സഖാവ് അപ്പാപ്പനും മോനും കുഞ്ഞുമോനും കുടിച്ച് വേറൊരു വഴിക്ക് നടക്കുകയാണ്. കാരണം കുട്ടികൾ നമ്മുടെ കയ്യിൽ, നമ്മൾ അമ്മമാരുടെയും അപ്പന്മാരുടെയും കയ്യിലുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം. അതേസമയം ഇവർ നമ്മുടെ മക്കളുടെ കയ്യിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയുടെ കൈ പിടിച്ചിട്ടില്ലേ, കുട്ടിയുടെ അത് നോക്കിയില്ലേ ഇത് നോക്കിയില്ലേ എന്ന് പറയും. നമ്മുടെ കയ്യിലാകുമ്പോൾ നമുക്ക് ഭയങ്കര അതെന്താ അങ്ങനെ എനിക്കറിയില്ല. നമ്മൾ അങ്ങനെയാണ്, വയസ്സായവർക്ക് അങ്ങനെയാണ്. അങ്ങനെ 2 ആൾക്കാരൊക്കെ നോക്കാറുണ്ട്. 2 അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഡാൻസും ചാട്ടവും കളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഡിവൈനും ഡിമ്പിളിനും സമാധാനമായിട്ട് ഓരോ സാധനങ്ങൾ നോക്കി വാങ്ങിക്കാൻ പറ്റിയിട്ടാണ്. അവരിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് 2 പേർക്കും മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് 2 കൂട്ടരുടെയും ലക്ഷ്യം. അപ്പോൾ എത്ര ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇപ്പം അങ്ങനെയല്ലല്ലോ, ഒക്കെ ഈ ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളാണ്. എന്നാലും അതിലൊരു പരിധിയുണ്ട്. പിന്നെ എയർ ഫ്രയർ ഉണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള കാരണം ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്നാലും ഒരു പരിധി വരെയൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചാക്കോച്ചൻ അവിടെ വന്നവരെയൊക്കെ ചിരിച്ച് മയക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബറുണ്ട് ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അപ്പോൾ അവിടുത്തെ പൊന്നൂസിനെ കണ്ടു. പൊന്നൂസും ഷെബിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഷെബിൻ അവിടെ ഓൾറെഡി ബില്ലിടാൻ നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട്. ഡിവൈൻ മുമ്പ് പരിചയമുള്ള കുട്ടി. അപ്പോൾ സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഡോൺ പറഞ്ഞു, നിങ്ങൾ പോരെ, ഞാൻ ലിഫ്റ്റിൽ അങ്ങോട്ട് ഇറങ്ങാമെന്നിട്ട് അവൻ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എമർജൻസി റിങ് അടിച്ചു തുടങ്ങി. അങ്ങനെ ഡിംപിൾ ഡോണിനെ വിളിച്ച് വെച്ചപ്പോഴാണ് അവർ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുക. ഡോണും അതുപോലെ തന്നെ 3 കപ്പിൾസ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ള അവരെയൊക്കെ വിളിച്ച് അപ്പോഴേക്കും അവിടെ നിന്ന് എമർജൻസിന്ന് വിളിച്ച് അവിടെ നിന്ന് ആൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവർ വരണവരെ കാത്തു നിന്നു. അങ്ങനെ ഞങ്ങളിതാ ലിഫ്റ്റ് ഓക്കെ ആയപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് മഴ പെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ആ മഴയുടെ ആ മണം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ആ പുതുമണ്ണിൻ്റെ ഒരു മണമായിരുന്നു കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു വികാരമാണ് ആ പുതുമണ്ണിൻ്റെ മണം കേൾക്കുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായിട്ടോ. ഒരു മഴയുണ്ടായിരുന്നില്ല, അത് എപ്പോഴോ കുറച്ച് പെയ്തതാന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു മഴയും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. എന്നാൽ ചൂടിനൊരു ചെറുതായിട്ട് ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നെസ്റ്റോൻ്റെ ഉള്ളിൽ AC ആണല്ലോ. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ കാറിലേക്കാണ്. അപ്പോൾ കാറ് ഓൾറെഡി മഴ പെയ്തിട്ട് ചൂട് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടികളുടെ പാട്ടും പദവും ബഹളവും ഒക്കെ ആയിട്ട് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമാണ്. 2 പേരും വർത്താനം പറയുമല്ലോ. തോമും വർത്താനം പറയും, തോമുവിൻ്റെ ഒപ്പം എത്താനായിട്ട് പാച്ചും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീടെത്തിയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തിയപ്പോൾ ഈ സമയം 10:35 വീട്ടിൽ കയറിയ വഴിക്ക് ഞാൻ എടുത്തതാണ്. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ ഇടയ്ക്ക് പറയും പുറമേ നിന്നുള്ള ഫുഡ് ഒഴിവാക്കുമെന്ന്. അപ്പോൾ ഇന്നലെ ഇവരുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നമുക്ക് നെസ്റ്റോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളോടായാലും വലിയവരോടായാലും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അതിനൊരു എന്താ പറയുക, ഒരു കൊച്ചു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയും, നമുക്ക് നാളെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇന്നത് ചെയ്യുക. ഇപ്പോൾ നിസ്സാരം പറയാനാണെങ്കിൽ ഡിവൈൻ എപ്പോഴും പറയും, ഞാൻ മറ്റേ ഇതിൻ്റെ വീഡിയോ എടുത്തു തരാം മമ്മി, എനിക്ക് 10 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ചു തരണം എന്ന് പറയും. അതുപോലെ കുഞ്ഞ് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും കുഞ്ഞു കുട്ടികൾക്കായാലും ഇന്നത് ചെയ്താൽ എൻ്റെ മോൻ ഇത് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കുട്ടികളെയും കൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും എടുക്കുന്നതും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ സമോസ ഷീറ്റ് വാങ്ങി കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്ത് ഫ്രൈ ആണ്, ചിക്കൻ ഫ്രൈസ്, പിന്നെ നെഗറ്റ്സ്, സോസേജ്, ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് എല്ലാവരും കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ അവരുടെ ഉറക്കം കഴിഞ്ഞു, ഉറക്കം കഴിഞ്ഞു, 2ാമത്തെ ഉറക്കത്തിലേക്ക് ആയും തോന്നുന്നുണ്ട്. അതുപോലെ കാരണം സമയം അത്രയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പരിയപ്പുറമൊക്കെ നോക്കിയപ്പോൾ ഫുൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴുകി കഴിഞ്ഞപ്പോൾ മണ്ണ് അവിടെ അടിഞ്ഞു. അപ്പം മണ്ണ് അടിച്ചിട്ട് വേണം നമ്മൾ കഴുകാൻ എന്നുള്ളത് വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇതാണ് രാത്രിയിലായി. ഇങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഇവിടെയൊക്കെ ഒതുങ്ങി കണ്ടോ നിങ്ങൾ. മിനിഞ്ഞാന്ന് എങ്ങനെയാണോ കണ്ടത് അതുപോലെ ഇന്നൊക്കെയായി. ഇന്നലെ ഒരു രാത്രി മാത്രമാണ് കുറച്ചൊരു അവിടെ ഇവിടെയും സ്ഥാനം തെറ്റിയിരുന്നത്. ബാക്കിയൊക്കെ ഇന്നൊക്കെ ആയപ്പോഴേക്കും കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ഒരു മോനുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു മോൻ. അപ്പോൾ അവനും ചോദിച്ചു എങ്ങനെയായി, ഏതായിരുന്നതാ, ഇതുപോലെ. ആ മോന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് കാണിക്കണം കേട്ടോ. കാരണം ഫുള്ള് ഒതുങ്ങി ക്ലീനായിട്ടുണ്ട്. ഞാനും പെട്ടെന്ന് വിചാരിച്ചു കർത്താവേ ഇനി എന്താവും എന്നുള്ളത്. അങ്ങനെ ആലോചിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് പ്രഷർ തലക്കടിച്ചു. പക്ഷേ ഒന്നും കുഴപ്പമില്ല, എല്ലതും നീറ്റാക്കി. അപ്പനും മക്കളും കൂടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ചെയ്തത്, ഞാനല്ല. ഞാനൊരു പരിധി വരെ നിന്നെങ്കിലും പിന്നെ എനിക്ക് പറ്റാണ്ടായി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വിശേഷങ്ങളൊക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം. ഇനിയും 2 ദിവസം കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ വീട് എന്താ പറയുക തിളങ്ങും കിടന്നിട്ട് എന്ന് പറയില്ലേ നമ്മൾ. പക്ഷേ പെയിൻറ്റിങ്ങും കൂടി വേണം കേട്ടോ, എന്നാലേ അത് പൂർത്തിയാവുള്ളൂ. അത് സമാധാനത്തിലാവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ കത്തിച്ച മെഴുകുതിരി ഫാൻ ഇട്ടപ്പോൾ കെട്ടുപോയതാണ്. അപ്പോൾ ഞാനത് രണ്ടാമത് കത്തിച്ചു. ഇപ്പോൾ ദൈവം വോയിസ് ഓവർ കൊടുക്കുന്ന സമയപ്പോഴേക്കും അത് കെട്ടു. അപ്പോൾ ഇനി ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.